ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാളിക കളരിയിലാണ് കേട്ടോ. അതായത് ഇപ്പോൾ കുട്ടികൾ രണ്ടുപേരും പഠിക്കുന്നത് ഇവിടെയാണ്, കളരി പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കാളിക കളരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലോക സിനിമയിലെ നമ്മുടെ കുഞ്ഞിനീലി എന്താ മോളുടെ പേര്, ദുർഗ. ദുർഗയുടെ കളരിയാണ് ഇത് കേട്ടോ. ദുർഗയുടെ അച്ഛനും അമ്മയും ദുർഗയും എല്ലാവരും നമ്മുടെ കളരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ കൊണ്ട്. അപ്പോൾ ഇവരിപ്പോ കുറച്ച് നാളായി പഠിക്കണു. അപ്പൊ ഇവരുടെ ഗുരുവന്ദനം അരങ്ങേറ്റമാണ് കേട്ടോ. ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ആദ്യത്തെ ഇത് അരങ്ങേറ്റമാണ്. അത് മൂകാംബികയിലാണ് അല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ എല്ലാവരും ഇപ്പൊ 2:30 ഇവിടുന്ന് പുറപ്പെടുന്നാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ദക്ഷിണ കൊടുക്കലുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടെ അല്ലേ കളരിയില്. അപ്പൊ കളരി ഇതാണ് അവരുടെ വീട് കേട്ടോ. ഇതിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കളരിയിലേക്ക്. കുറച്ചാണ്ട് ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പൊ നമ്മള് ദക്ഷിണ ചടങ്ങുകളൊക്കെ അങ്ങോട്ട് പോവാം. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കളരി ക്ലാസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നിറയെ മരങ്ങളുടെ ഇടയിലുള്ള ഒരു ക്ലാസ്സും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദക്ഷിണ കൊടുക്കാനായി വെറ്റിലയും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. ഇനി ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഒരുപാട് കുട്ടികളോടെ കളരി പഠിക്കുന്നുണ്ട് കേട്ടോ. അതെ, ചെറിയ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. പ്രായമൊന്നുമില്ല കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ കളരി പഠിപ്പിക്കുന്ന മാസ്റ്റർ കേട്ടോ, വിനോദ് സാർ. അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ലോക സിനിമയിലെ കുഞ്ഞിനീലി എല്ലാവർക്കും അറിയില്ലേ, ദുർഗ എന്നിട്ട് മോളുടെ പേര്. അപ്പൊ മോളുടെ അച്ഛനും അമ്മയാണ് ഇട്ടത്. പരമ്പരാഗതമായിട്ടുള്ള ശൈലിയിലാട്ടോ നമ്മുടെ ഇവിടുത്തെ കളരി ക്ലാസ് നടന്നു പോകണത്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഈ കളരി, ഒരു 10-40 വർഷമായില്ല. പക്ഷേ ഈ കളരിക്ക് കളരി എന്നുള്ള പേരെന്നെ കൊടുത്തിട്ട് അതിന് മുമ്പ് തന്നെ സാറിന്റെ അച്ഛനായിട്ട് തുടങ്ങിയ കളരിയാണിത്. ഇതാണ് കേട്ടോ കുഞ്ഞിനീലി, നമ്മുടെ ദുർഗക്കുട്ടി. ദുർഗയുടെ അടുത്ത് നിൽക്കുന്നത് ദുർഗയുടെ ചേട്ടനാണ് കേട്ടോ, കണ്ണൻ. അപ്പൊ മാഷിന് 2 മക്കളാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളെല്ലാവരും ദക്ഷിണ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഇത് കളരിയുടെ ആദ്യത്തെ പടിയായ ഗുരുവന്ദനത്തിൻ്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയാണ് കേട്ടോ നമ്മൾ മൂകാംബികയിലേക്ക് പോണത്. എൻ്റെ അനിയത്തിൻ്റെ മോനൊക്കെ ഇവിടെ ഒരു 3 വർഷമായിട്ട് കളരിയിലുണ്ട് കേട്ടോ. അവരുടെ ഗുരുവന്ദനം കഴിഞ്ഞു. പിന്നെ നൂൽക്കിട്ടി എന്നുള്ളൊരിതുണ്ട്, അതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ മക്കൾ ചേർന്നിട്ട് അവിടെ ഒരു 6 മാസമായിട്ടുള്ളൂ. അങ്ങനെ ദക്ഷിണ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. വണ്ടിയൊക്കെ അവിടെ നിർത്തി. കുട്ടികളൊക്കെ അരങ്ങേറ്റത്തിന് ഉള്ളവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡി ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉടുപ്പിയിൽ ഇറങ്ങി, ഫ്രഷ് ആയത് അവിടെ കേട്ടോ. ഒരു 4:30 3:45 അവിടെ എത്തി. പിന്നെ റെഡി ആയിട്ട് പിന്നെ അവിടെ നിന്ന് ഇവിടെ കുറച്ച് വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇപ്പൊ പറയുന്നത്, വെള്ളത്തിന് ബുദ്ധിമുട്ട് പറയട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടുപ്പിയിൽ ഇറങ്ങിയത്. ഇപ്പൊ 7:15. അവിടെ ഒരു എത്ര മണിക്കാ? 3 മണിക്കാ, 3:45 എത്തി. അപ്പൊ ഞങ്ങളങ്ങനെ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ കയറണം. കുട്ടികളുടെ അരങ്ങേറ്റുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകാൻ റെഡി ആയി. കുട്ടികളൊക്കെ ഫോട്ടോയ്ക്ക് റെഡി ചെയ്ത് നിൽക്കാണ് കേട്ടോ. കാലത്ത് മൂകാംബിക ക്ഷേത്രത്തിലും പിന്നീട് വൈകുന്നേരം കുടജാദ്രിയിലാണ് ഈ ചടങ്ങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അമ്പലത്തിലെ തിരക്ക് കാരണം തോന്നുന്നുണ്ട് നേരെ മാറ്റി. കാലത്ത് നേരെ ഞങ്ങളങ്ങനെ കുടജാദ്രിയിലേക്ക് പോയിട്ടോ. കുടജാദ്രി എന്ന് പറയുമ്പോൾ ഞാൻ TV-യിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള അറിവുമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അത് ഭയങ്കര സന്തോഷമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിതുപോലെ മൂകാംബിക അമ്പലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു തിരുവാതിര കളി കളിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തിരുവാതിര ടീമിൻ്റെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഉണ്ണേട്ടനും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, കുട്ടികളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വന്നപ്പോൾ എനിക്ക് കുടജാദ്രിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ടീമിൽ കുറച്ച് പേര് കുടജാദ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇപ്രാവശ്യമാണ് നമുക്ക് ഈ കുടജാദ്രിയിലേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കാരണം അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെ എനിക്കങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല കേട്ടോ, ഓരോരുത്തർക്കും. അങ്ങനെ ഞങ്ങളിതാ കുടജാദ്രിയിൽ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, എന്തായാലും ഇതിനുള്ളിൽ വന്നപ്പോൾ ഭയങ്കര തണുപ്പ്. അയ്യോ, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഉണ്ണേടത്ത് പറയായിരുന്നു
ഇവിടെ എവിടെയെങ്കിലും ഒരു വീടൊക്കെ വെച്ചിട്ട് താമസിക്കാൻ തോന്നുന്നു. എനിക്കിങ്ങനെ എന്താ പറയാ, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന സ്ഥലത്ത് വീട് വെക്കണതാണ് എനിക്കിഷ്ടം കൂടുതൽ. അയ്യോ മരങ്ങളൊക്കെ നോക്ക്. അമ്മേ ഈശ്വരാ, എന്തൊരു സ്ഥലേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ, ഉണ്ണിയണ്ണ ആദ്യമായിട്ടാണ്. ഞാൻ അങ്ങനെ പറയായിരുന്നു, ഇത്ര നാളായിട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നില്ല. ഇപ്പൊ അതന്നെ ഉണ്ണിയേട്ടൻ പറഞ്ഞേ കുടജാദ്രിക്ക് പോണില്ലേ ചോദിച്ചാ എന്നോട് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ആ പോവാ എന്ന് പറഞ്ഞു. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ നമ്മള് എന്നൊക്കെ പറഞ്ഞു എന്നോട് കേട്ടോ. എന്നിട്ടുണ്ട് ഉണ്ണിയേട്ടൻ വണ്ടി കയറിയതാ ഇങ്ങനെ ഇരിക്കണു. അയ്യോ എനിക്ക് പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വഴി ഇങ്ങനെ കേട്ടോ. ഇത്ര നേരം ഇങ്ങനെ കല്ലുകൾ കണ്ടില്ല. ഇപ്പോൾ ഫുള്ള് കുഞ്ഞതല്ല, അത്യാവശ്യം വലിപ്പമുള്ള കല്ലുകളുള്ള പാതയിലൂടെയാണ് ഇപ്പം നമ്മൾ നടന്നു കൊണ്ട് ഇരിക്കുന്നത്. എൻ്റെ അമ്മേ, ഉണ്ണേട്ടന് നല്ല ഹാങ് ഓവർ ഉണ്ടായിരുന്നു ട്രക്കിങ്ങിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് എത്താൻ വൈകി. അപ്പോഴത്തേനും കുട്ടികൾ പിന്നെ ഓടിച്ചാടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വേഗം അവിടെ എത്തി. അവർ ഓരോ പൊസിഷനിൽ നിന്നിട്ട് ഇപ്പോൾ അരങ്ങേറ്റം ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഗുരുവന്ദനം അരങ്ങേറ്റമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ എന്താ പറയുക, നമ്മൾ ഇത്രയും മല കയറി വന്ന് ആ ഒരു സ്ഥലത്ത് എത്തുമ്പോഴുള്ളൊരു അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. നല്ല കോട മഞ്ഞും നല്ല തണുത്ത കാറ്റും ഇടയ്ക്കൊരു വെയിലും ഒക്കെ ആയിട്ട് നല്ല ഭയങ്കര നമുക്കൊരു നമ്മുടെ മൈൻഡ് തന്നെ നല്ലോണം ഒന്ന് റിലാക്സ് ആവും. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതേപ്പോൾ ഗുരുവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് കുട്ടികൾക്കും പേരൻസിനും ഒക്കെ മാഷ് മെഡിറ്റേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, മെഡിറ്റേഷനിൽ അവിടെ ഇരിക്കാൻ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷവും, നമുക്ക് മൈൻഡ് ഭയങ്കര ക്ലിയർ ആവും. പിന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര രസമായിരുന്നു. കുടജാദ്രിയിലെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും താഴെ ഇറങ്ങിയിട്ടോ. ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു ഇറങ്ങാനും കയറാനും. കാരണം എനിക്ക് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചങ്ങോട്ട് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ജീപ്പിൽ ഒരു 3/4 മണിക്കൂറോളം ട്രക്കിംഗ് ആണ് കേട്ടോ. ട്രക്കിങ് കഴിഞ്ഞ് വീണ്ടും റോട്ടിൽ കൂടെ ഒരു മണിക്കൂറോളം പോകണം. അങ്ങനെ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ കുടജാദ്രിയിൽ നിന്ന് മൂകാംബികയിലേക്കുള്ള യാത്ര. അപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് വല്ലാത്തൊരു പ്രശ്നമായി. എനിക്ക് മുകളിലേക്ക് കയറുമ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷെ ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു തലകറക്കവും വയ്യായ്കയും ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ വേഗം പോയി ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഓക്കെ ആയി. പക്ഷേ ഉണ്ണേട്ടന് തീരെ ഫുഡ് വേണ്ട എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അത് കാരണം കൊണ്ട് ഉണ്ണേട്ടൻ കഴിച്ചില്ല, കുട്ടികളൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് പോയിട്ട്, അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ അരങ്ങേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ഒരു 5 മണി ആ ഒരു ടൈമായി കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതേപ്പോൾ അരങ്ങേറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണി 6:30 കൂടിയിട്ട് എല്ലാവർക്കും ഫ്രഷപ്പ് ആവാനുള്ളൊരു റൂമൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി. കാരണം രാവിലെ മുതൽ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, കുറേ നടന്നതിൻ്റെയും ഒക്കെ. അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. പിന്നെ അങ്ങനെ വണ്ടിയിൽ കയറി. എനിക്ക് ചെറുതായിട്ട് കാലിൽ നീരൊക്കെ വെച്ചു കേട്ടോ. ഇടയിൽ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിർത്തി. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 8:30-9 മണിയുടെ ഉള്ളിലാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത് കേട്ടോ. അങ്ങനെ മൂകാംബിക യാത്രയും കുട്ടികളുടെ അരങ്ങേറ്റമൊക്കെ വളരെ ഭംഗിയായി തന്നെ നടന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെയാണ് മൂകാംബിക യാത്രയുടെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.